നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ പൊന്നിനേക്കാൾ നിനക്ക് പ്രിയപ്പെട്ടത് ഇതല്ലേ ഋതികെ? ഇതേ എന്റെ കയ്യിലിരിക്കട്ടെ. 10 ലക്ഷം തരുമ്പോ തിരികെ തരാം. ഇതെത്ര രൂപയുടെ സ്വർണ്ണം ഉണ്ടെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. 10 ലക്ഷം രൂപ നിനക്ക് തിരിച്ചു തരുന്നത് വരെ ഈ സ്വർണം ഈടായി നിനക്ക് കൈവശം വെക്കാം. ദാ. ഇത് പോരല്ലോ ഋതികെ. മാഡം, ഈ പൊന്നിനേക്കാൾ നിനക്ക് പ്രിയപ്പെട്ടത് ഇതല്ലേ ഋതികെ? ഇതേ എന്റെ കയ്യിലിരിക്കട്ടെ. 10 ലക്ഷം തരുമ്പോ തിരികെ തരാം. നീ പേടിക്കൊന്നും വേണ്ട. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് താഴെ ഇടൊന്നുമില്ല. നിലത്ത് വീണ് കിടന്ന അറിയാതെ പോലും ചവിട്ടി ചീത്തയാക്കില്ല. നീ ധൈര്യമായിട്ടിരിക്കേ. അയ്യോ മോളെ, അപ്പൊ ഇവരെ പറഞ്ഞു വിടണ്ടേ? 10 ലക്ഷം തിരികെ തരട്ടെ, എന്നിട്ട് പറഞ്ഞുവിടാം. ശരി ശരി, വാ. ശരി ശരി, ഞാൻ വിളിക്കാം. ആ പറയും, എവിടം വരെയായി കാര്യങ്ങള്? ഞങ്ങള് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോവുകയാ. അതിവിടെ വന്നൊന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാ. ശക്തമായ പ്രചരണം തന്നെ ഉണ്ടാവണം. അതിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല വർമ്മ സാറേ. നോമിനേഷന്റെ സമയത്തുണ്ടായ ഇഷ്യൂസ് ഒക്കെ മാറി സാർ തന്നെ സ്ഥാനാർത്ഥിയാണെന്ന് ഉറപ്പിച്ചപ്പോ മുതൽ ഞങ്ങൾ എല്ലാവരും വളരെ ആവേശത്തിലാ. ഞങ്ങള് മാത്രമല്ല, മുഴുവൻ പ്രവർത്തനം വലിയ ഉത്സാഹത്തിലാണ്. വർമ്മ സാർ തന്നെയാണ് ഇലക്ഷന് നിൽക്കുന്നതെന്ന് അറിഞ്ഞപ്പോ ശരിക്കും ജീവൻ തിരിച്ചു കിട്ടിയ പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക്. ദീപക് സാറായാൽ കുഴപ്പമുണ്ടെന്നല്ല, പക്ഷെ എന്ത് തന്നെ ആയാലും ദീപക് സാറ് വർമ്മ സാറിനൊപ്പം വരില്ലല്ലോ. ശരി ശരി, പ്രചാരണത്തിന് വേണ്ട ഫണ്ടും മറ്റു കാര്യങ്ങൾ റെഡിയല്ലേ? നോട്ടീസിനും ചുവരെഴുത്തിനും വാഹന പ്രചാരണത്തിനും എല്ലാത്തിനും കൂടി ചേർത്ത് ഏതാണ്ട് 55-60 ലക്ഷം രൂപ ചെലവ് വരും. അതില് 30-35 ലക്ഷം രൂപ പാർട്ടി ഫണ്ടിൽ തന്നെ കിടപ്പുണ്ട്. ബാക്കി തുക പലയിടത്ത് നിന്നായി സംഭാവനയായി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ കൃത്യമായി കണക്കുകളുമുണ്ട്. പ്രചാരണത്തിന് വേണ്ട സ്ക്വാഡും രൂപീകരിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് പ്രവർത്തകർ
മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒരേ സമയം രാവും പകലും ഇല്ലാതെ പ്രവർത്തനത്തിലുണ്ടാവും. അപ്പോ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടന്നു പോയിക്കോളും അല്ലേ? പ്രവർത്തനത്തിന് കുറവൊന്നും ഉണ്ടായില്ല. പിന്നെ രാജു കൂടി ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനും രാജു ആണല്ലോ മുൻപന്തിയിൽ നിന്ന് പ്രചരണത്തിന് മേൽനോട്ടം വഹിച്ചത്. അതിന്റെ റിസൾട്ട് ഇലക്ഷനിൽ അനുകൂലിക്കുകയും ചെയ്തു. ഇത്തവണയും പ്രവർത്തനത്തിന് രാജു കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ലായിരുന്നു. അക്കൗണ്ട്സും മറ്റെന്തിനും ഒരു പെൻഡിങ്ങും വരുത്താതെ അവൻ നോക്കുമായിരുന്നു. ടെൻഷൻ വേണ്ട, ഇത്തവണ രാജു ഉണ്ടാവും. ഞാൻ അവനോട് സംസാരിച്ചിരുന്നു. എന്തായാലും നാളെ അവൻ വന്ന് ജോയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജു വരുന്നുണ്ടല്ലോ, എങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. അവൻ കൂടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഹൈ വോൾട്ടേജ് എനർജി ആയിരിക്കും സാറേ. രാജു ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഇപ്രാവശ്യം നമുക്ക് കിട്ടും. നമ്മൾ തൂത്തുവാരും. രാജു, നീ വീണ്ടും ഇവിടേക്ക് വലിഞ്ഞു കയറി വരാൻ പോവുകയാണോ? ഇല്ല, അത് നടക്കില്ല. ഈ അംബിക ജീവനോടെ ഇരിക്കുമ്പോ അതിന് നിന്നെ അനുവദിക്കില്ല. അച്ഛന്റെ കയ്യിൽ നിന്ന് ആദ്യമായി കിട്ടിയ സമ്മാനം, ആ നിമിഷം ഇന്ന് ഓർത്തിരിക്കാൻ രാജു എനിക്ക് തന്നതായിരുന്നു ആ ഫോട്ടോ. മറ്റെന്തിനേക്കാളും ഞാൻ അതിന് വില നൽകുന്നുണ്ടെന്ന് നിമ്മിക്ക് അറിയായിരുന്നു. ആ ഫോട്ടോ എടുത്തുകൊണ്ട് പോയാ എന്റെ മനസ്സ് വിഷമിക്കുമെന്നും നിമ്മിക്ക് അറിയായിരുന്നു. എന്നോടുള്ള വാശി തീർക്കാൻ, എന്നെ വിഷമിപ്പിക്കാൻ രമ്യ മനഃപൂർവ്വം എടുത്തോണ്ട് പോയത് എന്റെ അച്ഛന്റെ ഫോട്ടോ. ഋതിക മാഡം, ഇങ്ങനെ കരയരുതെന്ന് ഞാൻ എത്ര തവണ ഋതിക മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഋതിക മാഡം വിഷമിക്കല്ലേ. ഞാൻ ആ 10 ലക്ഷം തിരിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. വർമ്മ സാറിന്റെ ഫോട്ടോയും ഋതിക മാഡത്തിന്റെ ഓർണമെന്റ്സും നമുക്ക് തിരിച്ച് രമ്യയുടെ കയ്യിൽ നിന്നും വാങ്ങാം. വർമ്മ സാറിനോടൊപ്പമുള്ള മാഡത്തിന്റെ ആ ഫോട്ടോ, മാഡത്തിന് അതെന്തുമാത്രം പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. സമാധാനിക്കും മാഡം, നമുക്ക് ആ ഫോട്ടോ ഉടൻ തന്നെ തിരിച്ചു വാങ്ങിക്കാം. രാജു, എന്താ ഋതിക മാഡം പറ. ഒരു കൂട്ടുകാരി എന്നതിനപ്പുറം രാജുവിന്റെ അനിയത്തി ശ്രീലക്ഷ്മിയെ ഞാനും എന്റെ സഹോദരിയെ പോലെ കാണുന്നത്. ഒരുപാട് സ്നേഹിച്ച് മനസ്സിൽ ആഗ്രഹിച്ച ആളിന് പിരിയേണ്ടി വരുന്ന വിഷമം എന്താണെന്ന് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.